ഈ പറിക്കണ കുമ്പളങ്ങ ഉണ്ടല്ലോ, ആ കുമ്പളങ്ങ പറിക്കണ സമയത്ത് വല്ലാത്ത സന്തോഷമാണ് കേട്ടോ. കേൾക്കുമ്പോൾ മറ്റുള്ളവർക്കൊക്കെ ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടാവും, എന്താ ഇതൊരു കുമ്പളങ്ങയല്ലേ, അത്ര കാര്യമാക്കാനില്ലല്ലോ, അല്ലെങ്കിൽ ഇതിന് മാത്രം എന്തിനാ സന്തോഷിക്കണമെന്നൊക്കെ തോന്നും. പക്ഷെ അത് അനുഭവിക്കുന്നവർക്കായിരിക്കും അതിൻ്റെ ആ ഫീലിങ്സ് മനസ്സിലാവുക. ഈ ക്യാരക്ടർ എല്ലാവർക്കും ഉണ്ടോയെന്നറിയില്ല കേട്ടോ. പിന്നെ എന്താ വെച്ചാൽ, നമ്മൾ അധ്വാനിച്ചതാണെങ്കിൽ അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു ഫീലിങ്സ് ഉണ്ടല്ലോ, അതാണ് സംഭവം. ഇതിന് മുമ്പ് ഇതിന്മേന്ന് അത്യാവശ്യം പറിച്ചിട്ടുണ്ട്. എന്നാലും എന്താ വെച്ചാൽ ഓരോ തവണ പറിക്കുമ്പോഴും സന്തോഷം ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്. ഇതിങ്ങനെ ഈ വള്ളിയിൽ കായ ഉണ്ടായി കാണുന്ന സമയത്ത് എന്താ പറയുക, ഓരോ ദിവസവും പോയി നോക്കുക വലുതായിട്ടുണ്ടോയെന്ന്. അതിനിപ്പോൾ വീട്ടുകാർ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ഓർക്കും കാണിച്ചു കൊടുക്കും. പറിക്കുന്ന സമയത്ത് അതിനേക്കാൾ വലിയ ഹാപ്പി ആയിരിക്കും. എന്താ പറയുക, ഒറ്റയ്ക്ക് പറിക്കുന്നതിനേക്കാൾ ഇഷ്ടം വീട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓരോ കൂടെ പോയി പറിക്കുന്നതാണ് കേട്ടോ. കാരണം എന്താ, നമുക്കൊരു അഭിമാനമാണല്ലോ നമ്മളുണ്ടാക്കിയത്, നമ്മൾ വീട്ടിലാവശ്യത്തിന് വേണ്ടിയിട്ട് പറിക്കുക എന്ന് പറയുന്നത്. കറി കഴിച്ചവരൊക്കെ പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ടെന്ന്. എനിക്കും തോന്നിയിട്ടോ. നമ്മൾ കടയിൽ പോയി വാങ്ങിച്ച കായേനേക്കാൾ കറി വെച്ചപ്പോൾ ഇവിടെ വീട്ടിലുണ്ടായതിനാണ് ഒന്നുകൂടെ ടേസ്റ്റ് തോന്നിയത്. നാടനായതുകൊണ്ടായിരിക്കും അല്ലേ. നാടൻ സാധനത്തിന് അതിൻ്റേതായൊരു പ്രത്യേക രുചിയാണല്ലോ. അപ്പോൾ ആ ഒരു രുചി ഇതിനുണ്ടായിട്ടുണ്ട്. പിന്നെ ഈ ഒരു കറീൻ്റെ റെസിപ്പീൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ. സാധാരണ നോർമലി എല്ലാവരും ഉണ്ടാക്കണ ആ ഒരു അരപ്പും ഇതൊക്കെ ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. എന്താ പറയുക, ഇവിടെ ഞങ്ങൾ തക്കാളിയാണ് കേട്ടോ ഈ കറിയിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിന് എന്താ സാധാരണ തക്കാളി ഉപയോഗിക്കുമെന്നറിയില്ല. ചിലർ എനിക്ക് തോന്നണത് മറ്റേ വാളൻപുളി ചേർക്കുമെന്നാണ് തോന്നണത്. ഇനി വാളൻപുളി ചേർക്കാതെ തക്കാളി മാത്രം ചേർക്കുന്നവരുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യുകൊണ്ട്. എന്താണ് ഇതിലെ ഇനി വാളൻപുളി ചേർത്തിട്ട് ടേസ്റ്റ് ഉണ്ടോ, തക്കാളിക്ക് പകരം വാളൻപുളി ചേർത്താൽ എങ്ങനെ ടേസ്റ്റ് ഉണ്ടോ എന്ന്. പിന്നെ എന്താ വെച്ചാൽ, ഇത് നമ്മൾ കഴിക്കുന്നതിനേക്കാൾ ഇഷ്ടം മറ്റുള്ളവർ കഴിച്ചിട്ട് അതിൻ്റെ അഭിപ്രായം പറയുന്നതാണ്. അത് കേൾക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ നിൽക്കും ചെയ്യുവേ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയും ഇത് കഴിക്കുന്ന സമയത്ത്, എന്താ അഭിപ്രായം പറയുക, ടേസ്റ്റ് ഉണ്ടോ എന്ന്. എന്താ വേറെ ഒന്നും ഉണ്ടല്ല, എന്താ വെച്ചാൽ ആ ഒരു ഇത് പ്രശംസ കിട്ടുമ്പോൾ ഒരു മനസ്സിനൊരു കുളിർമയാണ്. ഇങ്ങനെയുള്ള ക്യാരക്ടർ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ? പിന്നെ ഞാൻ അതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പറയും ഇതിൻ്റെ അധ്വാനത്തിൻ്റെ ഫലമാണ്. ചില സമയത്ത് പറയും ഓ വല്ലാത്തൊരു അധ്വാനമായി പോയല്ലോ പറയും. എന്നിട്ട് ഞാനിങ്ങനെ പറയും ഇതിപ്പോൾ കടയിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ എത്ര ഉണ്ടായിരിക്കും, അത്യാവശ്യം വിലയൊക്കെ ഉണ്ടാവൂലേ, അതിലിപ്പോൾ ലാഭമായി കിട്ടിയത് എന്നിട്ട് പിന്നെ അങ്ങനെ ചിന്തിക്കും കേട്ടോ. ഇതിക്ക് ഉപയോഗിച്ച സാധനങ്ങൾ എത്രത്തോളം നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചതുണ്ട്, നമ്മളെ വീട്ടിലുണ്ടായതുണ്ട്, എത്രത്തോളം നമുക്കിതിൽ നിന്ന് പ്രോഫിറ്റ് കിട്ടി എന്നുള്ളത്, പൈസ ചിലവാക്കാതെ നമ്മൾ എന്തൊക്കെ ഇതിൽ ചേർത്തു എന്നുള്ളത്. അതൊക്കെ ഞാൻ ഈ ഒരു കറിയിൽ നിന്നല്ല ഏതൊരു സംഭവം എടുത്ത് നോക്കിയാലും ഞാൻ നോക്കലുണ്ട്. ഇതിക്ക് ഉപയോഗിച്ചിട്ടുള്ള ചേരുവകളിൽ എത്ര എണ്ണം നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചതുണ്ട്, നമ്മൾ സ്വന്തമായിട്ട് ഉപയോഗിച്ചതുണ്ട്. ഞാനതൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ മനസ്സുകൊണ്ട് കൂട്ടി നോക്കും. കുഴപ്പമില്ല, നമ്മൾ ഇവിടെ ഉണ്ടാക്കിയതാകുമ്പോൾ എത്രയും പൈസക്ക് ലാഭമല്ലേ. ഞാൻ എന്താ പറയുക, ഒരുപാടില്ലെങ്കിലും നമ്മളാവശ്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഉണ്ടാക്കിയിട്ട് അതൊന്ന് കിട്ടുമ്പോഴേ ഇതിന്മേൽ നിന്ന് വലിയ പ്രോഫിറ്റ് കിട്ടും അല്ലെങ്കിൽ കിട്ടിയെന്നൊന്നുമല്ല കേട്ടോ പറഞ്ഞു വരുന്നത്. നമ്മളെടുത്ത എഫേർട്ടിനനുസരിച്ചിട്ടുള്ള റിസൾട്ട് കിട്ടി. പ്രത്യേകിച്ച് വിഷമൊന്നും ഇല്ലാത്ത പച്ചക്കറി കഴിക്കാൻ പറ്റുന്നത് തന്നെ വലിയ സന്തോഷമാണല്ലോ. ആ സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവെച്ചു. നിങ്ങൾക്ക് ഈ വീഡിയോ എത്രത്തോളം ഇഷ്ടപ്പെട്ടു എന്നൊന്നും അറിയില്ല. എന്നാലും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക, കമൻ്റ് അടിക്കുക. എന്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ.